Citadel de Quebec. Hello guys. Hello guys. ഞങ്ങൾ ക്യൂബെക് പോകുകയാണ്. ക്യൂബെക്. എങ്ങോട്ടാ നിങ്ങൾ പോകുന്നത്? ഞങ്ങൾ ക്യൂബെക്കിലേക്ക് പോകും. ക്യൂബെക്. ഫ്രഞ്ച് പറയാൻ പറ്റുമോ സാൻഡ്രക്ക്? അത് പിന്നെ വെച്ചാടി എൻ്റെ സ്പീഡ് ക്യാമറ കഴിഞ്ഞ സ്പീഡ് ക്യാമറ ഇടയ്ക്ക് ഞാൻ ഉണ്ടായിരുന്നു. എത്രയിലാണ് പറയണിരുന്ന Quebec. ഓക്കെ ക്യൂബെക് മേ തീർന്നു. അത്രേ ഉള്ളൂ. Je m'appelle Sandra. കാശ്മീരിലെ സാൻഡ്രാണ് സാൻഡ്ര. എന്റെ പേര് സാൻഡ്ര. Il est Linou. Il est Alain. Il est Akil. ചേട്ടൻ ഹിന്ദിയൊക്കെ വരുമോ അതില്? ഹായ് ഗായ്സ്, നമ്മളങ്ങനെ ക്യൂബെക് സിറ്റി എത്തിയിരിക്കുകയാണ്. നമ്മളിപ്പോ ക്യൂബെക് സിറ്റി വന്നു. ഇവിടുത്തെ ഓൾഡ് ക്യൂബെക്കിലാണ് മെയിൻ ആയിട്ടുള്ളത്. അവിടുത്തെ അത്യാവശ്യം കാഴ്ചകളൊക്കെ കണ്ടു. സ്ട്രീറ്റ്സ് ഒക്കെ അത്യാവശ്യം ലോൺലിയാണ്, കാരണം മഴയാണ്. ഇവിടെ മഴ ഇപ്പോൾ കുറഞ്ഞതേ ഉള്ളൂ. ബട്ട് വെതർ ഇപ്പോൾ കുറച്ചുകൂടെ ബെറ്റർ ആവും. ഇപ്പോൾ സമയം 7 മണിയായിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മൾ കുറച്ചുകൂടെ ഇവിടെ കറങ്ങി എവിടെയെങ്കിലും റെസ്റ്റോറൻറ്റിലൊക്കെ പോയിട്ട് ഫുഡൊക്കെ കഴിച്ച് പതിയെ തിരിച്ച് ഹോട്ടലിലേക്ക് പോകും. സോ ബാക്കി കാഴ്ചകൾ കഴിച്ചു. പറഞ്ഞ പോലെ മഴ കാരണം അതിന്റെ ബുദ്ധിമുട്ടുകളുണ്ട്, പക്ഷെ കുഴപ്പമില്ല. സ്ഥലം നല്ലതായതുകൊണ്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതെ അതെ, അത് ശരിയാ. എന്റെ കൂടെ ചേച്ചിയുണ്ട്, പിന്നെ നമ്മുടെ പ്രിയപ്പെട്ട ക്യാമറമാൻ അഖിൽ മോൻസി ഉണ്ട്. അഖിൽ മോൻസി. ഓക്കെ, സോ നമ്മളുടെ നെക്സ്റ്റ് പ്ലാൻ എന്താണ്? നമ്മൾ മണ്ടയ്ക്ക് പോവുകയാണ്. മേലിൽ നിന്നുള്ള വ്യൂ കാണാൻ വേണ്ടി. ഇവിടെ ഒരു പള്ളി കാണാനുണ്ട്. ഇങ്ങനെ നിരകളായിട്ടാണ് നമ്മൾ ഏറ്റവും താഴത്തെ ഇതിൽ നിന്ന് തുടങ്ങി മണ്ടയിലേക്ക് പൊക്കോണ്ടിരിക്കുകയാണ്. ഏറ്റവും മണ്ടയിൽ എത്തിയിട്ടുണ്ടെങ്കിൽ അടിപൊളി വ്യൂ ആണ്. ഫെറി അങ്ങനത്തെ സംഭവങ്ങള്, റിവർ ഒക്കെ കാണാൻ. അല്ല, ഏറ്റവും മണ്ടയിൽ അടിപൊളിയായിട്ട്. Yes, Sandra, where are we? Okay, so നമ്മൾ ഫൈനലി ഫേമസ് ലാ ഷാത്തോ. ഒന്നൂടെ അത് ഞാൻ കട്ട് ചെയ്തോളാം, നീ തുടങ്ങിക്കോ അവിടെ നിന്ന്. എന്റെ പേരെന്നാണ്? ഫെയർമൗണ്ട്. ഫൈനലി നമ്മൾ ഫേമോണ്ട് ലാ ഷാത്തോ എത്തിയിരിക്കുകയാണ്. സാൻഡ്രയ്ക്ക് പറയാൻ തണുപ്പ് കാരണം പറയാൻ പറ്റുന്നില്ല, പക്ഷേ സാൻഡ്ര ഇപ്പൊ വായിച്ച് ഒന്നുകൂടെ പറയുന്നതായിരിക്കും. സോ നമ്മൾ ഫൈനലി ദ ഫേമസ് ഫെയർമോണ്ട് ലാ ഷാത്തോ ഫ്രോന്തനാക്കിൽ എത്തിയിരിക്കുകയാണ്. The famous hotel, the most photographed hotel in the whole of the world. നോർത്ത് അമേരിക്ക. അല്ലല്ല, whole of the world. Okay. ഈ തർക്കം ഞങ്ങൾ ഉടനെ പരിഹരിക്കുന്നത്. പറഞ്ഞോ, സംസാരിച്ചോ. ഞാൻ ഹോട്ടൽ കാണിച്ചു കൊടുക്കണേ. ഫ്രണ്ടിൽ നിന്നുള്ള വ്യൂ ആണ് അതിന്റെ പ്രത്യേകത തന്നെ. വാട്ടർ ഫ്രണ്ടിലാണ് ഇത് വെച്ചിരിക്കുന്നത്. ഇത് 1984 ഇതിന്റെ പണി കഴിഞ്ഞത്. എന്ന് വന്നാൽ ഇവിടെ തന്നെയാണ് താമസിക്കുന്നത്. ഈ കാണുന്നതാണ് ഫ്രഞ്ച് രാജാവ് ചാൾസ്
ലാസ്റ്റ് ഞാൻ പറഞ്ഞത് മുകളിൽ നിൽക്കുന്ന ആളാണ് കേട്ടോ. ഇവരുടെ ഫ്രഞ്ചിനോടുള്ള ആ ഒരു സ്നേഹമാണ് ഇവിടെ കാണിച്ചു തരുന്നത്. നൈസ് നൈസ്. The most photographed hotel in the world ആണ് actually. ഓക്കെ, അങ്ങനെയാണ്. Good information. Yeah. So this is the hotel. Okay. You gotta be kidding me. സോ ഗൈസ്, ഇതാണ് നമ്മുടെ ഫെയർമൗണ്ട് ഹോട്ടലിന്റെ ഇൻസൈഡ്. ഇവിടെ എന്തോ ഫംഗ്ഷൻ നടക്കുന്നുണ്ടെന്ന് തോന്നുന്നു. സാറിനൊക്കെ എന്താ പറയാനുള്ളത്? ഒന്നുമില്ല, അതെ ഭയങ്കര അടിപൊളിയാണ്. എന്തോ ലൈറ്റ് ഇൻസ്റ്റാളേഷൻ ആണ് എല്ലായിടത്തും. നമുക്ക് പോയി നോക്കാം, ടിക്കറ്റ് ഉണ്ടോന്ന് അറിയില്ല. നമുക്ക് ലീനുവിന്റെ എക്സൈറ്റഡ് മോഹം. എവിടെ എക്സൈറ്റഡ് മുഖം? നിനക്കിതൊരു തൊഴിലായിട്ട് നമ്മളിവിടെ ബുദ്ധിമുട്ടില്ല. സാൻഡ്ര എന്താണത്? സാൻഡ്ര നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് തരും. ഇതൊരു ഇവിടുത്തെ പാംപ്ലെറ്റ് ആണ്. അവിടെ ഇവിടുത്തെ ഈ ഫംഗ്ഷനെ പറ്റി ഉണ്ടോ ഇതിനകത്ത്? മൊത്തം ദ ഹോൾ ക്യൂബെക് സിറ്റിയുടെ മാപ്പാണ്. അപ്പൊ നിങ്ങൾക്ക് എവിടെ പോകണമെങ്കിലും നാളെ നമുക്ക് മാപ്പ് വായിക്കാൻ എനിക്ക് ഫ്രഞ്ച് അറിയാവുന്ന ആരെങ്കിലും വിളിക്കേണ്ടി വരും. പക്ഷെ ഓക്കെ. നാളെ നമ്മൾ പോകുന്ന സ്ഥലങ്ങളില്ല, അത് സെവയാണ്. ടീച്ചറിനെ വിളിച്ചാ അത് വീട്ടിൽ വേണ്ടുള്ളൂ. അവര് കിടന്ന് ഉറങ്ങുകയാണ്. ഈസ്റ്ററിന് എന്തോ പ്രോഗ്രാമാണ്. പ്രൈവസിയാണോ? ഈസ്റ്റർ ബണ്ണി, ഈസ്റ്റർ എക്സ് ഒക്കെ ഉണ്ട്. ഓക്കെ. ഇറ്റ്സ് നൈസ്. ഈസ്റ്റർ എക്സ് ഒക്കെ ഈസ്റ്റർ എക്സ് എവിടെ? ഇതാണ് ഈസ്റ്റർ എക്സ്. ഇതാണ് ഈ കമ്പനിയാണ് ഈസ്റ്റർ ഒക്കെ ഇവിടെ ഇൻസ്റ്റാൾ ചെയ്തേക്കുന്നത്. ചോക്ലേറ്റ് എക്സ് എന്നാണ് എന്റെ പേര്. അല്ല, അത് എഗ്ഗിന്റെ പേരാണ് ചോക്ലേറ്റ്. എക്സിക്യൂട്ടീവ് പേസ്ട്രി ഷെഫ് ജോവേല. ശരിക്കും ചോക്ലേറ്റ് ആണത്? റിയലി? എൻഡ് ഓഫ് ദി മന്ത് നമുക്കിത് കഴിക്കാൻ കിട്ടുമെന്നാണ് പറയുന്നത്. ഇതാണ് നമ്മുടെ ഹൗ ടു ട്രെയിൻ യുവർ ഡ്രാഗൺ. മറ്റേ ഷോൺ ദ ഷീപ്പില് അല്ല, ഹൗ ടു ട്രെയിൻ യുവർ ഡ്രാഗണിലെ ഷീപ്പാണ്. സോ ഫൈനലി നമ്മളിവിടെ എൻ്റെ ഉള്ളിൽ കയറി. അടിപൊളി സ്ഥലമാണ്. എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇല്ലേ? ഓക്കെ. ഇവിടെ ഞാൻ ഫസ്റ്റ് ടൈം തുടങ്ങിയത് ഇവിടെ കുടിയേറി പാർത്ത ആൾക്കാർ, ഫ്രഞ്ചുകാര്, ഗ്രീക്കുകാര്, അപ്പം ദ ഹോൾ ഹിസ്റ്ററി ഓഫ് ക്യൂബെക് സിറ്റി, ഒത്തിരി ഹിസ്റ്ററി ഉള്ളൊരു റിച്ച് ഇൻ കൾച്ചർ ആണ് ക്യൂബെക് സിറ്റി. സോ അങ്ങനെ ഒരു പ്ലേസ് ആണ്. അപ്പോൾ അതിൻ്റെ ഹിസ്റ്ററി, അതിൻ്റെ എല്ലാ കാര്യങ്ങൾ അവർ ഇവിടെ ഇത് ഉണ്ടാകുന്നതിന് മുന്നേ കുഴിച്ച് കിട്ടിയ പാത്രങ്ങൾ വരെ ഇവിടെ ഡിസ്പ്ലേക്ക് വെച്ചിട്ടുണ്ട്. അത് കുഴിച്ച് കിട്ടിയ പാത്രങ്ങളല്ല, അതിവിടെ അതെന്താ നമുക്ക് നോക്കാം. എനിക്ക് തോന്നുന്നത് an immaculate white tablecloth, luxurious tableware, and an abundance of succulent dishes, and quality wines. Okay, nappe blanche, immaculée, with sel, l'extrait, met succulent en abondant et ഇതാണ് ഒടിഞ്ഞുപോയ സ്പൂണിന്റെ അവശിഷ്ടങ്ങൾ. ഇതെന്തിനാണ് അവിടെ വെച്ചേക്കുന്നത്? എൻ്റെ വീട്ടിലുണ്ട് ആരോ ഡൊണേറ്റ് ചെയ്ത് ഒടിഞ്ഞുപോയ കത്തിയുടെ ബാക്കി. മേ ബി ആ ഇയറിൽ അവർ ഉപയോഗിച്ചിരുന്ന സാധനം
കാണിക്കാൻ വേണ്ടിയായിരിക്കാം. വേൾഡ് വാർ 2ന്റെ ടൈമിൽ കിങ് ജോർജും ക്യൂൻ എലിസബത്തും ഇവിടെ വന്നായിരുന്നു. എന്തിനാവോ? വേൾഡ് വാർ 2ന്റെ ടൈമിൽ കിങ് ജോർജും ക്യൂൻ എലിസബത്തും. സോ ഈ കാണുന്നത് ഗോൾഡ് ആണെന്നാണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. ഇതിന്റെ കൈപ്പിടിയല്ല. 24 കാരറ്റ് ഗോൾഡ് എന്ന് എഴുതി വെച്ചിരിക്കുന്നു. ഇത് അടിച്ചു മാറ്റാണ്. ഇത് ഗോൾഡാണ്. എന്റെ കൈപിടി ഗോൾഡാണ്. ഇതൊക്കെ അവർ ആക്ച്വലി ആ രാജാക്കന്മാരൊക്കെ യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഡെയിലി യൂസ് ചെയ്താണ് ഗോൾഡ്, അല്ലാതെ ഷോക്കേസ് ചെയ്ത സാധനമല്ല. ഇത് ഗവർണർ ജോർജ് റാംസിയുടെ ആണെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. 9th Earl of Dalhousie 1820 to 1828. രാത്രിയുടെ ഭംഗിയാർജിച്ച് രാത്രിയിലെ ജീവിതമാണ് ക്യൂബക്കിലെ ആൾക്കാരും ഫോറിനേഴ്സും എല്ലാവരും ഒരുപോലെ. ഇന്നൊരു ഫ്രൈഡേ നൈറ്റ് ആണ്. സോ ആൻഡ് ഇറ്റ്സ് എ ലോങ് വീക്കെൻഡ്. സോ എല്ലാവരും ഇറങ്ങിയിട്ടുണ്ട് ഇച്ചിരി ഡ്രിങ്ക്സ് ഒക്കെ കഴിക്കാനും ഫ്രണ്ട്സൊക്കെ ഒത്തുകൂടിയിട്ട് വർത്താനം പറയാനും ചില്ല് ചെയ്യാനും ഒക്കെ ആയിട്ട്. അപ്പൊ നമ്മളുമായിട്ട് കുറച്ച് ചില്ല് ചെയ്യാൻ പ്ലാൻ ഉണ്ട്. ഇങ്ങനെയൊക്കെ ഓക്കെ അല്ലേ? സെറ്റ്. അപ്പൊ നമ്മൾ പോവാണ്. സെറ്റ്. ഇവരെന്തോ ആലോചിച്ചിരിക്കണം. അടുത്ത് എങ്ങോട്ട് പോകാന്നാണോ? എന്താണ് നിങ്ങളുടെ പ്ലാൻ? എന്താ ഞങ്ങളുടെ പ്ലാൻ? ഫുഡ് ഞങ്ങൾ തപ്പിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ അവന് സ്പെഷ്യൽ ആയിട്ട് എന്തെങ്കിലും കഴിക്കണം. ഇവിടുത്തെ ആയിട്ടുള്ള എന്തെങ്കിലും നമ്മളിവിടെ വന്നിട്ട് ഇവിടുത്തെ സ്പെഷ്യൽ ആയിരിക്കണമല്ലോ. ബർഗർ ടൊറന്റോയിലും കിട്ടും. ഇവിടുത്തെ സ്പെഷ്യൽ എല്ലാവർക്കും അറിയാവുന്ന പോലെ പുട്ടീനാണ്. ഇറ്റ്സ് എ മിക്സ്ചർ ഓഫ് ഫ്രൈസ് ആൻഡ് ചീസ്. നമുക്ക് ചിക്കൻ ലാക്ടോസ് ഇൻടോളറന്റ് ഗേൾ ഉണ്ട്. അപ്പൊ നമ്മള് നമുക്ക് ഞങ്ങൾ മാത്രം കഴിക്കാൻ ലീനിന്റെ കണ്ണ്. സോ ഇതാണ് സാൻഡ്ര ഇവിടെ ചത്തിരിക്കുകയാണ്. എനർജി ഇല്ല, നടന്നു മടുത്തെന്നാ പറയുന്നത്. അപ്പം ഞങ്ങൾ ഇവിടെ ഒരു പുട്ടിയും കഴിക്കാൻ വന്നതാണ്. പുട്ടിയും കഴിച്ച് സാൻഡ്രേനെ എനർജി റീലോഡ് ചെയ്യാൻ വന്നിരിക്കുന്നതാണ്. കട്ട വെയിറ്റിങ്ങിലാണ്. നടത്തം മാത്രമല്ല, തണുപ്പും ഭയങ്കര ഒരു ഫാക്ടറാണ്. ക്ലൈമറ്റ് വേഴ്സ് ആണ്. ഈ മാസം ഇത്രയും ക്ലൈമറ്റ് വൺ സ്റ്റോളാണ്. പക്ഷേ ഒരു സൈഡില് പിള്ളേരുടെ ബഹളം, വേറെ സൈഡില് ആൾക്കാർ ഇത് പറഞ്ഞ പോലെ പിന്നെ വെള്ളം അടിച്ച് ചില്ല് ചെയ്യുന്നതിന്റെ ബഹളം. ലൈഫിന്റെ പാർട്ടാണ്. വിശന്നിരിക്കുന്നുണ്ട്, ഞങ്ങൾക്കിത് സഹിക്കാൻ പറ്റുന്നില്ല. ഇറിറ്റേഷൻ. വിഷമം പറഞ്ഞാണ്. സ്പെഷ്യാലിറ്റിയാണ് പുട്ടി എന്ന് പറയുന്നത്. ഫ്രഞ്ച് ഡെലിക്കസി മിക്സ്ഡ് വിത്ത് അതിനകത്ത് ആ പുള്ളി അല്ല ഇത് അതിൻ്റെ ഇതെന്താന്ന് ആ സിനിമയ്ക്കകത്ത് പറയുന്നത് എങ്ങനെയാന്ന് മറ്റേ മോഡേൺ ഫാമിലിക്കകത്ത് അങ്ങനെയല്ല. ആ പുള്ളി എക്സ്പ്ലെയിൻ ചെയ്യില്ല ഇതെന്താ മിക്സ് ഓഫ്. നല്ല രസമായിരുന്നു. നമ്മളതൊന്ന് ട്രൈ ചെയ്ത് വന്നിരിക്കുന്നത്. നമ്മളവിടെ ടൊറന്റോയിൽ കഴിച്ചിട്ടുണ്ടെങ്കിൽ പക്ഷേ ഇവിടെ വന്ന് ദിസ് ഇസ് ദി ഹോം ടൗൺ ഫോർ ദാറ്റ്. ഇവിടുന്ന് കഴിക്കാമെന്നാണ്. കഴിക്കാമെന്ന് വിചാരിച്ചു. വെയിറ്റിംഗ് ആണ്. വരുമ്പോഴത്തേക്കും കാണിച്ചു തരാം എങ്ങനെ ഉണ്ടാവും. നമ്മുടെ പുഡിംഗ് എല്ലാം വന്നിട്ടുണ്ട്. 3 different varieties of pudding ആണ്. This is Philly steak pudding and the one Anisha ordered USA cheeseburger. Cheeseburger pudding and this is Montreal pudding. Yeah. So നമ്മൾ ഓരോന്ന് കഴിച്ചിട്ട് അഭിപ്രായം പറയാം. അങ്ങനെയാണ്. എല്ലാവരും ആദ്യമേ ഇത് ട്രൈ ചെയ്യാം. അടിപൊളിയാണോ? നല്ല ഫ്ലേവറാണ്. And onions. ഒരു എന്താ പറയുക, ഒരു കുരുമുളകിൻ്റെ ഒരു ഫ്ലേവർ ഉണ്ട് അതിന് അല്ലേ? നമുക്ക് ഓണിയൻ ചേർത്തെടുക്കാം. ഇങ്ങനെയാണ് നമ്മൾ എടുക്കേണ്ടത്. എല്ലാം മിക്സ് ചെയ്യണം. വന്നിട്ടുണ്ട്. ഓക്കെ, അതെങ്ങനെയുണ്ട്? അടിപൊളിയാണോ? US ആണ്, ഞാൻ പറഞ്ഞില്ലേ, ഞാൻ വെറുതെ ഒന്നും ഓർഡർ ചെയ്യണില്ല. ഓക്കെ, ഇനി അല്ലണ്ട. ഇത്
അതിൽ ഏറ്റവും മോശം ഇതാണെന്നാണ് എൻ്റെ അഭിപ്രായം. ക്വാളിറ്റിയും കുറഞ്ഞു പോയി. എന്തിനെനിക്ക് രണ്ടാമത്തെ പ്ലേറ്റ് തന്നെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്താണ് എൻ്റെ അഭിപ്രായം? എൻ്റെ ഇതിന് നല്ല പോളിംഗ് ഉണ്ട്. അത് ഇന്നൊന്നും മനസ്സിലായല്ലോ. അതാണ് ബെസ്റ്റ്. ഇത് രണ്ടുപേരും ഓക്കെ, അപ്പോൾ ശരി ഗൈസ്. സോ നമ്മുടെ ഡേ 1 ഓഫ് ക്യൂബക്ക് ഇവിടെ ഓൾമോസ്റ്റ് എൻഡ് ചെയ്യുകയാണ്. നമ്മൾ പതിയെ ഫുഡൊക്കെ കഴിച്ച് പതിയെ നടന്ന് നമ്മുടെ കാർ ഇരിക്കുന്ന സ്ഥലത്തേക്ക് പോവാണ്. എന്നിട്ട് അവിടുന്ന് നമ്മള് നമ്മുടെ ഹോട്ടലിലേക്ക് പോവാണ്. ഫെറി കയറില്ലായിരിക്കും, ബിക്കോസ് ഫെറി ഈസ് എക്സ്പെൻസീവ്. അയ്യോ എന്റെ മിറ്റൻസ് കൊടുത്തു. ഓ ശരിയാ. ഓക്കെ, സോ നമ്മുടെ മിറ്റൻസ് കിട്ടിയിട്ടുണ്ട്. അവ നമ്മള് നേരത്തെ പോയ റെസ്റ്റോറൻറ്റ് അത്യാവശ്യം പ്രൈസ്ഡ് ആയിരുന്നു. അതില് നമ്മൾ 3 ഡിഷ് ഓർഡർ ചെയ്തു. ഫില്ലി സ്റ്റേക്ക്, അമേരിക്കൻ പുട്ടീൻ ആൻഡ് ഫില്ലി സ്റ്റേക്ക് പുട്ടീൻ, മോൺട്രിയൽ പുട്ടീൻ, പിന്നെ USA ബർഗർ പുട്ടീൻ. അതെ, അത് US ചീസ് ബർഗർ പുട്ടീൻ നല്ല കിടുക്ക സാധനമായിരുന്നു. എല്ലാവരും മേരടിച്ചിട്ട് വർത്ത് ഇറ്റ്. ബട്ട് ദി അതർ വൺ നോട്ട് വർത്ത് ഇറ്റ്. പ്ലീസ് ഡോണ്ട് ട്രൈ ഇറ്റ്. അത് തന്നെ വളരെ വളരെ മോശമായിരുന്നു. കടയുടെ പേര് നീ പറഞ്ഞു. കടയുടെ പേര് പുട്ടീൻ പുട്ടീൻ ബിൽ. പുട്ടീൻ ബിൽ ഫ്രഞ്ചില് ഇല്ല പുട്ടീൻ ബിൽ. സോ നമ്മള് ഈ രാത്രി കാഴ്ചകളൊക്കെ കണ്ട് ഇപ്പോഴും ഇവിടുത്തെ ടൗൺ ഉറങ്ങിയിട്ടില്ല എന്നുള്ളതാണ്. ഭയങ്കര ബിസി പ്ലേസ് ആണ്. അത്യാവശ്യം ടൊറന്റോ പോലെയല്ല, അത്യാവശ്യം നല്ല ആൾക്കാരും കുറെ. ഇവിടെ കുറച്ചും കൂടെ ശാന്തമാണെങ്കിലും നമ്മള് കുറച്ച് മുന്നേ വന്ന സ്ഥലത്തൊക്കെ അത്യാവശ്യം പബ്ബും കാര്യങ്ങളും എല്ലാം ഉണ്ട്, നൈറ്റ് ലൈഫ് ഉണ്ട്. അതെ, അപ്പൊ നമ്മള് ഇപ്പൊ പതിയെ നടന്നു പോവാണ്. ഇത് അത്യാവശ്യം അധികം ആൾക്കാരൊന്നും ഇല്ലാത്തൊരു പ്രദേശമാണ്. ഓക്കെ, ഹൗ വാസ് ടുഡേ? എല്ലാവരോടും അഭിപ്രായം ചോദിക്കണം. നല്ലായിരുന്നോ? നല്ലതായിരുന്നു. മഴ കുറച്ച് പണി തന്നു, അടിപൊളിയായിരുന്നു. ഓക്കെ, സൂപ്പർ ആയിരുന്നു. ഒത്തിരി മഴ പെയ്തതിന്റെ ഇടയിൽ അത് മാത്രം ഒരു ചെറിയൊരു പ്രോബ്ലം ആയി തോന്നി. ബാക്കിയെല്ലാം സൂപ്പർ ആയിരുന്നു ആക്ച്വലി. പക്ഷെ തണുപ്പുണ്ട് ഇപ്പൊ, നല്ല തണുപ്പുണ്ടല്ലേ. ഓക്കെ, സോ അപ്പോൾ നമ്മള് ഇന്നത്തെ ഡേ ഓൾമോസ്റ്റ് കഴിഞ്ഞു. എല്ലാവരും എൻജോയ് ചെയ്തു. ഇനി നമ്മള് വീട്ടിൽ പോയി റെസ്റ്റ് എടുത്ത് ഇത് കുളിച്ച് ഫ്രഷായി കിടന്നുറങ്ങാണ്. ഐ ആം സോ സോറി. എങ്ങനെയുണ്ടായിരുന്നു ഇന്നത്തെ ഡേ അലൻ മാത്യു? It was okay. Drive long ആയിരുന്നു, but we somehow made it. കുറച്ച് ട്രാഫിക് ഉണ്ടായിരുന്നു വഴിയിൽ, അത് ഇച്ചിരി മടുപ്പായിരുന്നു. പക്ഷേ ഓവറോൾ ഗുഡ് എക്സ്പീരിയൻസ് ആണ്. പക്ഷേ ആൾക്കാർ തരുന്ന ആ ഒരു ഹൈപ്പ്, മോൺട്രിയലിന് കൊടുക്കുന്ന ഹൈപ്പിനുള്ള ഇല്ലെന്ന് എനിക്ക് തോന്നി. ക്യൂബക് സിറ്റിയോ? ക്യൂബക് ഇതൊന്നും ചെയ്തിട്ടില്ല. ഇതിപ്പോ നമ്മൾ ഏറ്റവും ഓഫീസറിലാണ് വന്നിരിക്കുന്നത്. മഴ അതിൻ്റെ ആവാം, അറേഞ്ച് ചെയ്തിപ്പോ സാധാരണ യൂഷ്വലി സമ്മറിലോ വിന്ററിലോ ഒക്കെ ഒരു ഭയങ്കര ലൈറ്റിങ്ങും ഫ്ലവേഴ്സും ഒക്കെ വെച്ചിട്ട് അടിപൊളിയായിരിക്കും. പക്ഷെ ഇപ്പം എന്തോ ഓഫായിട്ടിരിക്കുകയാണ്. അധികം ആൾക്കാരും ഇല്ല. നേരത്തെ നമ്മൾ വരുമ്പോൾ ആൾക്കാരെ തട്ടിയിട്ട് നടക്കാൻ പറ്റില്ലാത്തൊരവസ്ഥയായിരിക്കും. ബട്ട് ഇപ്പോൾ അത്ര ആളല്ലേ. ഇവിടെ ഓഫ് സീസണെല്ലാം ആയിരിക്കും, മഴയൊക്കെ ഉള്ള ടൈമല്ലേ, അതുകൊണ്ടായിരിക്കും ഇത്രയും അറേഞ്ച് ഒന്നും ചെയ്യാത്തത്. അല്ലാണ്ട് വരുമ്പോൾ വർത്താണെന്നാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. എനിക്ക് പേഴ്സണലി എനിക്ക് വർത്തിട്ടായിട്ടാണ് ഫീൽ ചെയ്തിരിക്കുന്നത്. ഞാനൊരു ഒരു ട്രിപ്പ് എന്ന് പറയുമ്പോൾ ഇറ്റ്സ് ജസ്റ്റ് നോട്ട് അബൌട്ട് ദ പ്ലേസ്, ഇറ്റ്സ് ഓൾസോ അബൌട്ട് ദ ഹോൾ എക്സ്പീരിയൻസ് വിച്ച് ഇൻക്ലൂഡ്സ് കമ്പനി, ഫുഡ്, ദ സ്റ്റേ, എവറിത്തിങ്. സോ എനിക്കതൊരു വർത്ത് എക്സ്പീരിയൻസ് ആയിട്ടാണ് എപ്പോഴും തോന്നാറ്. ഓക്കെ, സോ അപ്പോൾ പറഞ്ഞ പോലെ നമ്മൾ ഇന്നിപ്പോൾ ചെന്ന് ഫ്രഷായി കിടന്നുറങ്ങി. നാളെ രാവിലെ നമ്മളൊരു ക്യൂബക്കിൽ നിന്ന് ഒരു 3 hours അവേ ഉള്ളൊരു സ്ഥലത്തേക്ക് പിടിക്കാൻ പോവാണ്. അതിപ്പോൾ എന്താവും അറിയില്ല, നാളത്തെ വെതർ എങ്ങനെയാവും അറിയില്ല. വെതർ ആപ്പിൽ നോക്കുമ്പോൾ മഴയുണ്ടെന്നാണ് കാണിക്കുന്നത്. ഫിംഗേഴ്സ് ക്രോസ്ഡ്. സോ വിൽ സീ. ബൈ ബൈ.